വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ മൊഡ്യൂൾ 2-ൻ്റെ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 3-ലെ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ നോക്കുക. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹെക്സഗണൽ pyramid of base 30 mm and axis 60 mm rests on its base on HP with the two base edges perpendicular to VP. It is cut by a plane perpendicular to VP and inclined at 30 degree to HP, meeting the axis at 25 mm from the vertex. Draw the elevation, sectional plan and true shape of the section. What is the maximum true length of the side in the section of the pyramid? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഹെക്സഗണൽ പിരമിഡ് 2 ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി, അതായത് ബേസ് ഫിയർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി. ദെൻ സെക്ഷണൽ പ്ലെയിൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, വെർട്ടെക്സിന് 25 mm ബിലോ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നേരെ വരയ്ക്കാം. ഹെക്സഗൺ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹെക്സഗണിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്. ഓക്കെ, അപ്പോൾ 30 mm ഹെക്സഗൺ വരയ്ക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഹെക്സഗൺ വരയ്ക്കാൻ. നേരെ ടോപ്പ് വ്യൂ ഹെക്സഗൺ വരയ്ക്കാം. ഓക്കെ, 2 ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്, അതായത് 2 ബേസ് എഡ്ജ് ഇങ്ങനെ നേരെ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സർക്കിൾ വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡയമീറ്റർ എടുക്കുന്നത്. ഈ ഡയമീറ്റർ വേണം സെലക്ട് ചെയ്യാൻ. ഈ ഡയമീറ്റർ അല്ല സെലക്ട് ചെയ്യേണ്ടത്. ഈ ഡയമീറ്റർ സെലക്ട് ചെയ്താൽ കോർണറാണ് റൈറ്റ് സൈഡ് വരിക. സോ നമുക്ക് ആ ഡയമീറ്റർ അല്ല വേണ്ടേ, നമുക്ക് വേണ്ടത് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ അതിന് പകരം ഈ ഡയമീറ്റർ വേണം സെലക്ട് ചെയ്യുക. ഈ ഡയമീറ്റർ സെലക്ട് ചെയ്ത് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോഴാണ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരിക. ഓക്കെ, സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ വേണ്ടാതെ നമ്മൾ ഡാർക്ക് ആക്കുന്നില്ല, തിന്നായിട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യാൻ നേരെ അതിൻ്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. പിരമിഡാണ്, ആക്സിസ് 60 mm. ഇപ്പം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബേസ് ഫിയർ കംപ്ലീറ്റ് ആയി. then അടുത്ത സ്റ്റെപ്പ് സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സെക്ഷൻ പ്ലെയിൻ കണ്ടീഷൻ സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത് 25 mm ഫ്രം ദ വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സിന് 25 mm ബിലോ ആണ് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത്.
ഇപ്പോൾ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 25 mm ബിലോ ഈ ഒരു പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുക. ദെൻ ആംഗിൾ നോക്കാം. ആംഗിൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 30 ഡിഗ്രി ടു HP. ഓക്കെ, അപ്പോൾ ആംഗിൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് HP ആണോ ഗ്രൗണ്ട് ആണോ അത് ആക്സിസ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആക്സിസ് വരുന്ന കേസിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ HP തന്നെയാണ്. അപ്പോൾ നമുക്ക് നോർമലി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ XY ലൈന് 30 ഡിഗ്രി എടുത്ത് പോകാം. 2 ഡയറക്ഷനിലും എടുക്കാം. ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. സോ ഇത് ഡയറക്ഷനിൽ വേണമെങ്കിലും എടുക്കാം. പിരമിഡ് 30 ഡിഗ്രി ഈ ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം. നമുക്ക് തൽക്കാലം ഈ ഡയറക്ഷനിൽ 30 ഡിഗ്രി എടുക്കുന്നു. സെക്ഷൻ പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുമ്പോൾ എൻഡ് ഡാർക്ക് ആക്കും. വെർട്ടിക്കൽ റേസിന് VT മാർക്ക് ചെയ്യാം. ഇതിന് നമുക്ക് റിമൈനിങ് പോർഷൻസ് ഡോട്ടഡ് ആക്കാം. താഴേക്കുള്ള പോർഷൻസ് ഡാർക്കായിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ സെക്ഷൻ എലവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇന്നലെ സെക്ഷൻ ടോപ്പ് വരിക. രണ്ട് പോയിന്റ്സ് ഒക്കെ നെയിം ചെയ്യാം. 1 2 3 ഇതിനുള്ള 2 പോയിന്റാണ് വരിക. OC കട്ട് ചെയ്യുന്ന OD കട്ട് ചെയ്യുന്നു. OCയുടെ 3 ആണെങ്കിൽ OD നമ്മൾ 4 5 6 ഓക്കെ. 6 പോയിന്റ്സ് ആയി. പിന്നെ 6 പോയിന്റ്സ് നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഫസ്റ്റ് നോക്കുമ്പോൾ 1 ഉം 6 OAയും OFും നേരെ താഴേക്ക് വരയ്ക്കാം. OFിലെ പോയിന്റ് 6, OAയിലെ പോയിന്റ് 1. അതുപോലെ 3 ഉം 4 നേരെ താഴേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യാം. OCയിലെ 3 ആൻഡ് OD കട്ട് ചെയ്യുന്ന പോയിന്റ് 4. ഇനി 2 ഉം 5 ഉം ഡ്രോപ്പ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടുന്ന് നേരെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ റൈറ്റിലേക്ക് ഓൾറെഡി ലൈൻ ഉണ്ട്, അപ്പോൾ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ അത് OC അല്ലെങ്കിൽ ODയിലെ പോയിന്റാണ്. പിന്നെ നേരെ താഴെ OC അല്ലെങ്കിൽ ODയിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇങ്ങനെ OCയിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ലെങ്ത് അപ്പെക്സ് തൊട്ട് ഇപ്പോൾ കിട്ടിയ ലൈൻ വരെയുള്ള ലെങ്ത് എടുക്കുക. മുകളിലും താഴെയും ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കിട്ടും. OB കട്ട് ചെയ്യുന്നത് 2 ആൻഡ് ദിസ് പോയിന്റ് 5. ഓക്കെ, അവിടെ 5 പോയിന്റും കിട്ടി. 5 പോയിന്റ്സും ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് ഈ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത്. ആക്സിസിലുള്ള പോയിന്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത്. ഇനിയും ടോപ്പിൽ ബാക്കി ഡാർക്ക് ആക്കണ്ടെല്ലാം ഡാർക്കായിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ
സെക്ഷൻ ടോപ്പ് വ്യൂയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ സ്റ്റെപ്പ് ട്രൂ ഷേപ്പ് വരയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ നമുക്ക് ഫ്രണ്ടിലോ ബാക്കിലോ കറക്റ്റ് സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ പ്ലെയിൻ നേരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാം. ഈ നേരെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സെയിം ഡിഗ്രി ലൈൻ ഇവിടെ വരച്ചാൽ മതി. കാരണം അതിൻ്റെ മുകളിലേക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ താഴേക്ക് വരയ്ക്കാനുള്ള സ്പേസ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് താഴെ ഇവിടെ ഇങ്ങനെ കാണാൻ വരച്ചിട്ട് ഇങ്ങോട്ട് വേണമെങ്കിലും പോയിന്റ്സ് എടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്പേസ് അതിനേക്കാളും ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ഈ ലൈന് പാരലായിട്ട് ഒരു ലൈൻ ഇവിടെ വരച്ചു, അത് പുതിയ റെഫറൻസ് ലൈൻ X1 വേണമെന്നുള്ള റെഫറൻസ് ലൈൻ ആക്കിയിട്ട് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഈ 3 പോയിന്റും അവിടെ മാർക്ക് ചെയ്യണം കറക്റ്റായിട്ട്. ഓക്കെ, ആ 3 പോയിന്റും കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് വെച്ച് മാർക്ക് ചെയ്തു. ഇവിടെ 1, 1', 6', 2', 5', 3', 4'. ഓക്കെ, ഈ സെയിം സംഭവമാണ് ഇങ്ങോട്ട് മൂവ് ചെയ്ത്, കാരണം ഇതിൻ്റെ മുകളിലേക്ക് ഇനി വരയ്ക്കാനാണ്. ഇത് ഓരോ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. പുതിയ റെഫറൻസ് ലൈന് പെർപെൻഡിക്കുലറായിട്ട് 3 ലൈൻസ് വരച്ച് ഇതിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് 1 6 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. XY ലൈൻ ടു 1 ഡിസ്റ്റൻസ് എടുക്കുക. 1 പോയിന്റ് കിട്ടി. XY ലൈൻ ടു 6 വരെ ഡിസ്റ്റൻസ് എടുക്കുക. അത് XY ലൈൻ ടു 2, XY ലൈൻ ടു ഇവിടെ അല്ല 5. പിന്നെ അങ്ങനെ ഓരോ ഡിസ്റ്റൻസ്. ഓക്കെ, 6 പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5 and 6. ഇനി 6 പോയിന്റ്സ് എല്ലാവർക്കായിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, നമുക്ക് മിനിമം ട്രൂ ലെങ്തോടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ബേസ് എഡ്ജിൽ, ഇതെല്ലാം ബേസ് എഡ്ജാണ്, ഈ ബേസ് എഡ്ജിൽ ഏതാണ് മിനിമം എന്നുള്ളത്. ഓക്കെ, നമുക്ക് വേണം മെഷർ ചെയ്ത് നോക്കാം. മെഷർ ചെയ്യുമ്പോഴത്തേക്കും 12, 13 വരുന്നുണ്ട്. ഇത് എത്ര ഇട്ടെന്ന് നോക്കാം. ഇത് ഏകദേശം 12 അല്ലെങ്കിൽ 11. ഓക്കെ, മിനിമം ട്രൂ ലെങ്ത് നമുക്ക് 11 mm ആണ് കിട്ടുന്നത്. അതോടെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും.
ദെൻ നമുക്ക് നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ക്വസ്റ്റ്യനോട് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഡ്രോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് ഓഫ് എ റൈറ്റ് റെഗുലർ ഹെക്സാഗണൽ പ്രിസം of 20 mm base edge and height 60 mm and moves on its surface from a corner on the base to the diametrically opposite corner of the top face by the shortest route. Sketch the path of ant in the elevation. ഇത് ആക്ച്വലി റീസെൻ്റ്ലി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് ഈ റീസെൻ്റ്ലി നമ്മളൊരു വീഡിയോയിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം നമ്മൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചെയ്തപ്പോൾ ഒരു പ്രിസത്തിൻ്റെ ഒരു കോണിൻ്റെയും ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. പ്രിസത്തിൻ്റെ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്, പി ഓർ എക്സിൻ്റെ ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, റൈറ്റ് റെഗുലർ ഹെക്സാഗണൽ പ്രിസം 20 mm ബേസ് എഡ്ജ് 60 mm ഹൈറ്റ്, അതിൻ്റെ ഒരു കോർണർ ഓപ്പോസിറ്റ് കോർണറിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, ഹെക്സാഗണൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഹെക്സാഗണൽ പ്രിസമാണ് വേണ്ടത്. സൈഡ് എന്ന് പറയുന്നത് 20 mm ആണ് ബേസ് എഡ്ജ്. ഓക്കെ, 20 mm ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ചെറിയൊരു ഹെക്സാഗണൽ പ്രിസമാണ്. അപ്പോൾ 20 mm റേഡിയസ് എടുത്ത് ഈ 20 mm റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കുന്നു. പിന്നെ അതിൻ്റെ അത് ഹെക്സാഗണൽ പ്രിസം വരയ്ക്കും. ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് കോർണർ വേണം റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ വരയ്ക്കാൻ. കോർണർ റൈറ്റ് സൈഡ് വരണമെങ്കിൽ ഫസ്റ്റ് ഡയമീറ്റർ ഇവിടെ നമുക്ക് തിന്നായിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ഡെവലപ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. ഹെക്സാഗണൽ പ്രിസമാണ്. ഓക്കെ, നമ്മൾ കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ബേസ് ഫിഗർ വരച്ചു. പ്രിസം ആയതുകൊണ്ട് തന്നെ ഇന്നർ പോർഷൻസ് എല്ലാം തിന്നായിട്ടും ജോയിൻ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യനിലെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 60 mm ആണ്. നമുക്കത് മാർക്ക് ചെയ്യാം. ഓക്കെ, ബേസ് ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെയിമിങ് കൂടെ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ബേസ് തന്നെ നെയിമിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയി. അത് നമുക്ക് അടുത്ത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ഡെവലപ്മെൻ്റ് ആണ് വരയ്ക്കുക. എന്നിട്ട് ഡെവലപ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പാരലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരെ എക്സ് ലൈനിൽ തന്നെയാണ് വരച്ച് പോകാം. ഓക്കെ, ടോട്ടൽ സ്പേസ് ബേസ് എന്ന് പറയുന്നത് 20 mm ആണ്. ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 120 mm ആണ്. 120 കിട്ടുന്ന രീതിയിൽ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്പേസ് എടുക്കാം. ഓക്കെ, 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് കോർണറിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ AP എന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റ് നെയിമിങ് വരുമ്പോൾ ഓക്കെ, ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് പാത്ത് ലൊക്കേറ്റ് ചെയ്യണം. അതിനുള്ള കണ്ടീഷൻ നോക്കണം. ആൻഡ് മൂവ്സ് ഓൺ ഇറ്റ് സർഫസ് ഫ്രം എ കോർണർ ഓൺ ദ ബേസ് to the diametrically opposite corner of the top face by the shortest route. ഓക്കെ, ബേസിൻ്റെ ഒരു കോർണർ ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ P എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡയമട്രിക്കലി ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദ ടോപ്പ് ഫേസ്, അതായത് ഡിയിൽ എൻഡ് ചെയ്യണം. P to D ആണ് പാത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് P തൊട്ട് D വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതായിരിക്കുമല്ലോ ഷോർട്ടസ്റ്റ് പാത്ത്. ഇപ്പോൾ P to D സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ആ വീഡിയോ തന്നെ പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ ഡോട്ടഡ് ആക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡോട്ടഡ് ആക്കിയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, കണ്ടിന്യൂസ് ലൈൻ വരയ്ക്കാം. ഡോട്ടഡ് വരയ്ക്കണമെന്നൊന്നുമില്ല. P to D ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. ഷോർട്ടസ്റ്റ് പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് ഓരോ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. Pയിൽ കിട്ടുന്ന പോയിൻറ്റ് 1, പോയിൻറ്റ് 2, 3 and 4. ഓക്കെ, അപ്പോൾ 1ഉം 4ഉം ഡയറക്റ്റ്ലി മാർക്ക് ചെയ്യാം. ഇത് തന്നെയാണ് പോയിൻറ്റ് 1 ആൻഡ് ഡിയിലാണ് പോയിൻറ്റ് 4. ഇനി 2ഉം 3ഉം പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്താൽ മാത്രം മതി. 2ഉം 3ഉം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പാരലൽ ലൈൻ മെത്തേഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നേരെ പാരലൽ വരയ്ക്കുക. ബി ക്യൂയിലാണ് പോയിൻറ്റ് 2. ഇപ്പോൾ പാരലൽ വരയ്ക്കുമ്പോൾ നേരെ ബി ക്യൂയിലേക്ക് വരയ്ക്കണം. ഇതൊന്ന് ബി ക്യൂയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഈ പോയിൻ്റ് ആയിരിക്കും 2 and 3. 3 CRലെ പോയിൻ്റാണ്. ഓക്കെ, അതൊന്ന് CRൽ മീറ്റ് ചെയ്തു. പോയിൻറ്റ് 3 കിട്ടി. ദെൻ എലവേഷനിൽ സെക്ഷൻ ഷോർട്ടസ്റ്റ് റൂട്ട് കാണിക്കാം. നമ്മൾ വരച്ച റൂട്ടുണ്ട് 1 to 4. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് വേണം ജോയിൻ ചെയ്യാൻ. പ്രസ് അല്ലെങ്കിൽ പിരമിഡാണ്, കോൺ അല്ലെങ്കിൽ സിലിണ്ടർ ആകുമ്പോഴാണ് കേർവ്ഡ് ലൈൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. P തൊട്ട് D വരെ ഇവിടെ P to D. നമ്മൾ ഓൾറെഡി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്തതാണ്, റീസെൻ്റ്ലി ഡിസ്കസ് ചെയ്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 20 മാർക്സ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കിട്ടിയാണ്. ദെൻ ലാസ്റ്റ് ഷോർട്ടസ്റ്റ് പാത്ത് ആണെങ്കിൽ ഒന്ന് ലേബൽ ചെയ്ത് കാണിക്കാം. രണ്ടിടത്തെയും ഷോർട്ടസ്റ്റ് പാത്തിലേക്ക് path of and
പാത്ത് ഓഫ് ഹാൻഡ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് റൂട്ട് അങ്ങനെ കാണിച്ചാലും മതി. പാത്ത് ഓഫ് ഹാൻഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഒരു പ്രിസം വരച്ചു, പ്രിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വരച്ചു, ദെൻ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ആ പാത്ത് നേരെ എലിവേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇതോടുകൂടി മൊഡ്യൂൾ 3 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് നോക്കാം.